നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. നടന്നത് കൊള്ളയാണ്, അക്ഷരാർത്ഥത്തിൽ മോഷണമാണ് നടന്നത്. ഞങ്ങൾ ജയിക്കേണ്ട കളി റഫറിങ് അത്ര മോശമായതുകൊണ്ട് മാത്രം ഞങ്ങൾ തോറ്റു. എത്ര മോശമായിട്ടാണ് അവർ കളിച്ചത്, എന്തൊക്കെയാണ് അവർ കാട്ടിക്കൂട്ടിയത്, എത്ര ഫൗളുകളാണ് അവർ നടത്തിയത്. ഇതൊക്കെ ഈ നിലയിലാണ് കാര്യങ്ങളെങ്കിൽ വളരെ കഷ്ടമാണ്. പറയുന്നത് ബാഴ്സലോണയുടെ സൂപ്പർ താരം റാഫിഞ്ഞ. ഇന്ന് പുലർച്ചെ നടന്ന യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരായ കളിയിലെ റഫറിങ്ങിനെ കുറിച്ചാണ് റാഫിഞ്ഞ പറയുന്നത്. എന്തിനാണ് റഫറിമാർ ഇങ്ങനെ ഭയപ്പെടുന്നത് ബാഴ്സലോണ ജയിക്കുന്നതിനെ? നോക്കൂ, ഇത് യാദൃശ്ചികമല്ല. ആദ്യ പാദ മത്സരത്തിൽ ഇത് തന്നെ സംഭവിച്ചു, രണ്ടാം പാദ മത്സരത്തിലും അത് തന്നെ സംഭവിച്ചു. ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. റഫറിങ് നിയമം ചിലർക്ക് മാത്രം ബാധകവും മറ്റു ചിലർക്ക് വേറെ നിയമങ്ങളുമാണ്. എന്തൊരു കഷ്ടമാണ്! എത്ര മോശമായിട്ടാണ് അവർ കളിച്ചത്, എത്ര മോശമായിട്ട് എത്ര ഫൗളുകളാണ്. എന്നിട്ട് ഒരൊറ്റ യെല്ലോ കാർഡ് പോലും അവർക്കില്ല എന്നാണ് റാഫിഞ്ഞ റഫറിയെ വിമർശിച്ചിരിക്കുന്നത്. അതിരൂക്ഷമാണ് ആ വിമർശനങ്ങൾ. അദ്ദേഹം കടന്നാക്രമിച്ചിരിക്കുകയാണ് റഫറിയെ. ഈ കളിയിൽ ഫെർമിൻ ലോപ്പസ് എന്ന ബാഴ്സലോണയുടെ കളിക്കാരൻ പെനാൽറ്റി ബോക്സിൽ, അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ പെനാൽറ്റി ബോക്സിൽ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഗോൾ കീപ്പറുടെ കാലിലിട്ടിട്ടുള്ള ബൂട്ട് മുഖത്ത് കൊണ്ടിട്ട് പരിക്കേറ്റു. ദീർഘനേരം കളി നിർത്തിവെക്കേണ്ടി വന്നു. വലിയ പരാതികളുണ്ടായി, വിവാദമായി. റഫറി അത് നിഷ്കളങ്കമായി സംഭവിച്ചതാണ്, അബദ്ധവശാൽ സംഭവിച്ചതാണ് എന്ന നിലയിൽ പെനാൽറ്റി കൊടുത്തില്ല, റെഡ് കാർഡ് കൊടുത്തില്ല. ഇത് രണ്ടിനും അർഹമായ ഒന്നായിരുന്നു എന്നാണ് ലോകം, കളി കണ്ട മിക്കവരും കരുതുന്നത്. പക്ഷേ ഇതൊന്നും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ആ കളിയിൽ പല ഫൗളുകളും കണ്ണടച്ചു എന്നാണ് റാഫിഞ്ഞ പറയുന്നത്. ഞങ്ങൾ തോറ്റിട്ടില്ല, ഞങ്ങൾ 2-1 ജയിക്കുകയാണ് ചെയ്തത്. പക്ഷേ ആദ്യപാദ മത്സരത്തിൽ തോറ്റതിൻ്റെ അടിസ്ഥാനത്തിൽ ടൂർണമെൻറ്റിൽ നിന്ന് പുറത്തായി ബാഴ്സലോണ. പക്ഷേ ഞങ്ങൾ നന്നായിട്ട് കളിക്കുകയും ഞങ്ങൾ നിർബന്ധമായും ജയിക്കേണ്ട കളിയായിരുന്നു, ഉറപ്പായിട്ടും ജയിക്കേണ്ട കളിയായിരുന്നു. റഫറി മോശമായിട്ടാണ് ഇത് ചെയ്തത്. റഫറി ഏറ്റവും മോശമായിട്ടാണ് കളി നിയന്ത്രിച്ചത് എന്നാണ് റാഫിഞ്ഞ പറയുന്നത്. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാനാകാത്ത കാര്യമാണ് എന്ന് പറയുന്നുണ്ട്. ഞങ്ങളാണ് കളിയിൽ ഏറ്റവും നന്നായി കളിച്ചത്, ഞങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ, അവകാശങ്ങൾ ഒന്നും കിട്ടിയില്ല റഫറിയിൽ നിന്ന്. റഫറി ഏകപക്ഷീയമായി, വൺ സൈഡഡായി പെരുമാറി എന്ന് തന്നെയാണ് റാഫിഞ്ഞ ഉദ്ദേശിക്കുന്നത്. ഈ വാചകങ്ങളിൽ നിന്ന് കടന്ന് ആക്രമിച്ചിരിക്കുകയാണ്, വല്ലാതെ കടന്ന് പറഞ്ഞിട്ടുണ്ട് റാഫിഞ്ഞ. അപ്പോൾ അതിൻ്റെ ബാക്കി എന്താകും എന്നുള്ളത് കണ്ടറിയാൻ വേണം. റാഫിഞ്ഞയ്ക്ക് ഇനി ഏത് തരത്തിലുള്ള റഫറിയെ വിമർശിച്ചതിനുള്ള നടപടി ഉണ്ടാവുക എന്നൊന്നും പറയാൻ ഇപ്പോൾ കഴിയില്ല. അപ്പോൾ എന്തായാലും കളിയിൽ ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്, നമ്മളെല്ലാം കണ്ടതാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ബാഴ്സലോണ തോറ്റ ഒരു നിരാശയിൽ, സെമി ഫൈനലിലെത്താതെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തായതിൻ്റെ ഒരു നിരാശയിൽ കൂടി പറഞ്ഞതായിരിക്കാം റാഫിഞ്ഞ. എന്തായാലും ആ മൊമെൻറ്റിൻ്റെ ആ നിമിഷത്തെ ചൂടിൽ കാര്യങ്ങൾ അദ്ദേഹം മുഖത്തടിച്ച പോലെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് കഴിഞ്ഞ് വേറൊരു വീഡിയോ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതായത് കളി കഴിഞ്ഞ് പോകുമ്പോൾ റാഫിഞ്ഞ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ കളിക്കാരോട് പറയുന്നത്, നിങ്ങൾ ഇതിൽ കൂടുതലൊന്നും മുന്നോട്ട് പോകില്ല, സെമി ഫൈനലിന് കൂടുതലൊന്നും മുന്നോട്ട് പോകില്ല, നിങ്ങൾ പുറത്താകും എന്ന് പറയുന്ന ഒരു വീഡിയോയും പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ റാഫിഞ്ഞയാണ് നിലവിൽ വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇനി എന്താകും, റാഫിഞ്ഞയ്ക്കെതിരെ എന്ത് നടപടി ഉണ്ടാകും എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്.